വീണ്ടും വീണ്ടും ഇവരെന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനേ കശാശുപത്രി വരെ പോയിരുന്നല്ലേ, ഈ രണ്ട് കയ്യും അനക്കാൻ വയ്യ. അവര് പറഞ്ഞ് കമന്ന് കിടക്കണോണ്ടാണെന്നാണ് പറഞ്ഞത്. നീ ഒന്ന് വന്നാണ് കമന്ന് കിടക്കുന്നു. പെണ്ണാണ് ആരും വന്നു. നീ വാ. ഇന്നു മുതൽ പറന്നു പോവാണ്. ഞാൻ വാർത്ത നോക്കിയാണ്. എടുത്തപ്പിടിച്ച ന്യൂസ് വർക്കലയിൽ യുവതിക്ക് നേരെ ബസ്സിൽ ലൈംഗിക ആക്രമണം. ഇവനായിരിക്കും യുവാവിനെ തിരച്ചിൽ പോയിട്ട് ശക്തമാക്കിയിരിക്കുകയാണ്. മറ്റേ സംഭവം. യുവാവിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരക്കമാണ്. എടാ കാമ കുതിരേ, നീ വന്നാണ്. എന്റെ മനസ്സിൽ നീ ഇങ്ങനെയല്ലായിരുന്നു അളിയാ. ഇന്നലെ വരെ എന്റെ മനസ്സിൽ ജെന്റിൽമാൻ ഓഫ് ദ ഇയർ നീ ആയിരുന്നടാ. എന്റെ മുന്നിൽ ഞാനൊന്നും വിശ്വസിക്കില്ലേ. ഞാൻ വികലാംഗര സീറ്റ് ഇരുന്നാണെന്ന് ഒരു പെണ്ണടുത്തൊന്ന് വയറും തള്ളിയൊന്നും ഇന്ന് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് ഗർഭിണിയാണെന്ന് അവളെ വയറ് കയറാൻ ഗ്യാസ് ആണെന്ന് എന്നെ കൊടുക്കാനാണെന്ന്. അളിയാ അവൻ പറയണ ഗ്യാസാ. വയ്യാത്ത വെച്ച് അവൻ എന്തേലും കാണിച്ചു. പക്ഷെ നാട്ടുകാർ മൊത്തം ഇപ്പൊ അവനെ കുറ്റക്കാരെന്ന് പറഞ്ഞിരിക്കല്ലേ. എന്റെ ചെവിയിടയിൽ ബസ് കയറ്റി വിട്ടു വരും. അവിടെ ഇങ്ങനെ പോവാം. ഇനി അടുത്ത പീഡന കേസോട് ഉണ്ടാക്കി പോയി. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ അവിടെ എന്ത് ചെയ്യുന്നത്? ഞാൻ ലോണും കിട്ടുമോ നോക്കട്ടെ. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ലോണാ. നിന്നെ രക്ഷിക്കാനാ ഞാൻ ഒരു ബൈക്ക് എടുക്കട്ടെ. എനിക്ക് ബസ്സിലും എനിക്ക് വരാൻ വയ്യ. നിന്നെ രക്ഷിക്കാനാണ്. ശബരി ആരെ തള്ളി പറഞ്ഞു, വാപ്പ എന്നെ തള്ളി പറഞ്ഞു. അയാൾക്കറിയാം ഞാൻ എന്തിനാണ്. വാപ്പ ഹലോ കിലോ കണക്കിന് നാളെ ഉണ്ടായിരുന്നോടാ മഹാപാവി. പാപ്പ ഞാൻ ചെയ്തിട്ടില്ല. കിലോ. നീ ഇന്നസെന്റ് ആലി ഇടവേള ബാബുവാലി എന്റെ വീട്ടിൽ വന്ന് കയറി പോരുത്. എടാ അപ്പൊ ഈ വണ്ടി വഴിയാൻ ലോൺ എടുക്കാൻ വകയില്ലാത്തവരൊക്കെ അപ്പൊ എന്തിനാ ബസ്സിൽ പോണ്ടേ? ഞാൻ പറയണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ബസ് വേണം. ആൺ ബസ്. അതാകുമ്പോ എങ്ങനെ വേണോ പോവാല്ലേ. നീ ബസ്സിൽ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ടേ, റേഷൻ കടയിൽ പോയിരുന്നു. അടച്ചേക്കുന്നു. അടുത്ത ഓന്റെ വർക്കലയിൽ യുവതിക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം ബസ്സിൽ രണ്ടായിരിക്കുകയാണ്. അയ്യേ അത് ആരുടേത്?